500 ml ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹെവി ക്രീം. നമ്മൾ ആ പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ വായിച്ച് നോക്കിയാൽ ഫാറ്റ് കണ്ടൻറ്റ് 35% ഓർ മോർ എന്ന് കാണും. അപ്പം അങ്ങനെയുള്ള ക്രീമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നാട്ടിലാണെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് നമുക്ക് ക്രീം നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന ക്രീം ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കുക. അത് ഫ്രീസറിൽ എടുത്ത് വെക്കുക. കണ്ടെയ്നർ ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രീസറിൽ എടുത്ത് വെക്കുക. എന്നിട്ടൊരു അത്യാവശ്യം ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മൾ ഫെർമെൻറ്റഡ് ബട്ടർ അല്ലെങ്കിൽ കൾച്ചേർഡ് ബട്ടറാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് സ്വീറ്റ് ബട്ടറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 കപ്പ് തൈര് വേണം. തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആയാലും മതി. ഞാനിപ്പോൾ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ഡേയ്സ് റൂം ടെമ്പറേച്ചറിൽ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എത്രത്തോളം ഇത് ഫെർമെൻറ്റ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ ബട്ടറിൻ്റെ ഗുണവും മണവും കൂടുമെന്ന് പറയാം. ഇങ്ങനെയുള്ള ബട്ടറാണ് നമ്മൾ ആയുർവേദ വിധി പ്രകാരമുള്ള നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ആ നെയ്യാണ് നമ്മൾ മക്കൾക്കൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യിനേക്കാളും നല്ല ഗുണം കൂടുതലുള്ളതായിരിക്കും ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്ത ബട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യ്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഞാനിതിപ്പോൾ ഒരു 20 മണിക്കൂർ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കും ഇത് സെറ്റായി വരുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കുക. നല്ലോണം തണുത്തതിന് ശേഷം ഞാനിതിപ്പോൾ എൻ്റെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിത് മിക്സിയിലും അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിക്കുന്നതായിരിക്കും. മിക്സിയിൽ അടിക്കുമ്പോഴേക്കും ആ മോട്ടർ ചൂടായിട്ട് ബട്ടർ നമുക്ക് തിരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും. പക്ഷേ ഇതിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല. ഒരു 2 മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ട് അടിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇപ്പോൾ ആ ക്രീം നല്ല വിപ്പിംഗ് ക്രീമായിട്ട് വന്നിട്ടുണ്ടാകും. കണ്ടോ? ഇത് നമുക്ക് കേക്കിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റും കൂടി നല്ല ഹൈ സ്പീഡിൽ ഇതിനെ ഒന്ന് അടിക്കുക. അപ്പോൾ നമ്മുടെ ബട്ടറും ബട്ടർ മിൽക്കും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. ആ സ്റ്റേജിൽ നിർത്തിയതിന് ശേഷം ഇപ്പോൾ ഇത് സ്റ്റാൻഡ് മിക്സറിലായതുകൊണ്ട് നമ്മൾ ലിഡ് വെച്ച് കവർ ചെയ്യുക. നമ്മൾ മിക്സിയിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ടാണ് നമ്മൾ ആ ലിഡ് വെച്ച് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ മിൽക്കൊക്കെ അവിടെയൊക്കെ സ്പ്ലാഷ് ചെയ്യും. അപ്പം അതൊഴിവാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. ഇനി ഒരു മിനിറ്റും കൂടി അടിച്ചാൽ മതി. 1 മിനിറ്റും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ബട്ടറും ബട്ടർ മിൽക്കും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ബട്ടർ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ബട്ടർ മിൽക്ക് നമുക്ക് ജ്യൂസ് അടിക്കാനോ പാൻ കേക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്, കേക്ക് എന്തുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബട്ടർ മിൽക്കാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബട്ടർ മിൽക്ക്. ഇനി നമുക്ക് നമ്മുടെ ബട്ടറിനെ ബാക്കിയുള്ള പാലിൻ്റെ അംശത്തിൽ നിന്നൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് ഈ ബട്ടർ മെൽറ്റായി പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുക. ലാസ്റ്റ് നമ്മുടെ ആ വെള്ളം നല്ല ക്ലിയർ വെള്ളമായിട്ട് വരുന്നത് വരെ ഈ ബട്ടറിനെ നന്നായിട്ട് കുഴച്ച് അതിനുള്ളിലുള്ള പാലിൻ്റെ അംശമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഈ പാത്രത്തിൻ്റെ സൈഡിലൊന്നിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അതിനുള്ളിലുള്ള ബാക്കിയുള്ള വെള്ളവും കൂടെ നമുക്ക് പോയി കിട്ടും. ഇതായിപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബട്ടർ പേപ്പറിലാക്കിയാണ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചത്. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ഗുണവും മണവുമുള്ള ബട്ടർ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നെയ്യ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. അല്ലാതെ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കരുത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടാവുമ്പോൾ ഇത് പതഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ പാത്രം എടുക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അതല്ലെങ്കിൽ ആ നെയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് മിൽക്ക് സോളിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് വരെ ഇതിനെ ഒന്ന് തിളപ്പിക്കുക. ചെറിയ തീയിലിടാനായിട്ട് ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ക്യാരമലൈസ് ചെയ്ത് പോകും. ആ മിൽക്ക് സോളിഡ്സ് ക്യാരമലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബട്ടറിന് സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്, ഒരു ക്യാരമലൈസ്ഡ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിടാനായിട്ട് ശ്രമിക്കുക. ഇതായിപ്പോൾ നമ്മുടെ ബട്ടർ തിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മിൽക്ക് സോളിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇപ്പം എനിക്കൊരു 10 മിനിറ്റാണ് എടുത്തത്. കറക്റ്റ് പാകമായിട്ടുള്ള നെയ്യിന് ഈ ഒരു കളറാണ് ഉണ്ടാവുന്നത്. ഒരു നല്ല യെല്ലോ കളറായിരിക്കും ഉണ്ടാവുന്നത്. ഇതിൻ്റെ കളർ ഒട്ടും മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞതിൻ്റെ ടേസ്റ്റും എല്ലാം ഫ്ലേവറും എല്ലാം മാറിപ്പോകും. ഇനി തീ ഓഫാക്കിയതിന് ശേഷം നല്ലോണം ഇത് തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ അരിച്ചു മാറ്റാം. ഈ താഴെ കിടക്കുന്ന മിൽക്ക് സോളിഡ്സ് ഒന്നും അതിൽ പാടില്ല. അപ്പോൾ നല്ലോണം തണുത്തു. അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് അരിച്ചു മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നല്ല പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഗീ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അടുത്ത വീഡിയോ കാണാം. Super!